ഹൗമാൻ ചിപ്സ്, പെപ്സി സാധനങ്ങളൊക്കെ ആയിട്ട് അള്ളാ പെട്ടി പൊട്ടിക്കണ ഭൂതം വന്ന്. എന്തൊരു സമാധാനം, ഇവാക്ക് ചോറ് കൊടുക്കണ്ട. ഹലോ, ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഗുഡ് മോർണിംഗ് പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നട്ടുച്ചയ്ക്ക് നിന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. എണീറ്റപ്പോൾ തന്നെ 12 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ആണെങ്കിൽ ഉറങ്ങിയാൽ നല്ല നേരം വൈകി. സച്ചുമായിട്ട് കത്തി വെച്ചൊക്കെ ഇരുന്നിട്ട് എത്ര മണിക്കാണ് ഇന്നലെ ഉറങ്ങിയത്? 3 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ ആണെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ ഫ്ലൈറ്റിൽ വന്നതിൻ്റെ ആ ഒരു അതൊക്കെയൊക്കെ ക്ഷീണമൊക്കെ ആയിട്ട് ഉറങ്ങി എണീറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. സച്ചു ഇവിടെ ഇരുന്ന് നല്ല തട്ടാണ് കേട്ടോ. എന്താണ് സച്ചു? ഹലോ ഗൈസ്, ഹൗമാൻ ചിപ്സ്, പെപ്സി സാധനങ്ങളൊക്കെ ആയിട്ട് പെപ്സി കൊള്ളാട്ടോ. നമ്മുടെ പെപ്സി പോലെയല്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കൊന്നും തരുന്നില്ലല്ലോ. അതന്നെ, ഇവാണെങ്കിൽ ഇത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പം ഇതൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് ഞാൻ വെച്ചേക്കായിരുന്നേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നാട്ടിൽ പോയിട്ട് എടുക്കാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നാട്ടിൽ പോയാൽ അവള് നല്ല കറക്റ്റായിട്ട് വാക്ക് പാലിച്ച് ഫുള്ള് സാധനങ്ങൾ എടുത്ത് തിന്നോണ്ടിരിക്കുക. ആർക്കും കൊടുക്കണം വേണാന്ന് പോലും ചോദിക്കാണ്ട് ആളെല്ലാം എടുത്ത് തിന്നണുണ്ട് കേട്ടോ ഓരോന്നായിട്ട്. സച്ചു പറഞ്ഞ സാധനങ്ങളില് നമുക്ക് KFC കൊണ്ടുവന്നില്ല, പറ്റിച്ചെന്നെ. സാധാരണ ആൾക്കാരെ നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പം എനിക്ക് വാച്ച് വേണം, സ്പ്രേ വേണം, അങ്ങനെയൊക്കെയല്ലേ പറയണേ. ഇവിടെ ഒരാള് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഫുള്ള് തിന്നണ സാധനങ്ങള് അല്ലാണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ KFC വാങ്ങാനായിട്ട് ഒന്നാമത് ഞാൻ രാവിലെ വരുന്നില്ല. KFC കൊണ്ടുവന്ന ശരി, രാവിലെ വരുന്നോണ്ട് തന്നെ KFC വാങ്ങാനായിട്ടുള്ള നേരം ഒന്നും കിട്ടിയില്ല. അത് മാത്രല്ല പിന്നെ എന്തായിരുന്നു, പിന്നെ അതന്നെ രാവിലെ ആയതുകൊണ്ട് നേരം കിട്ടിയില്ല. വൈകിട്ടൊക്കെ രാത്രി വാങ്ങി വെക്കാനും പറ്റില്ലല്ലോ. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഞാൻ വാങ്ങാന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ഷാർജ എയർപോർട്ടിൽ KFC ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ സച്ചു തൽക്കാലം ഒരു പെപ്സി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇനി സച്ചു അങ്ങോട്ട് പറ്റുള്ളൂ, നമുക്ക് കൊണ്ടുപോകാം. സച്ചുവിനെ ദുബായിക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഒറിജിനൽ KFC നല്ല ഫ്രഷ് ആയിട്ട് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ആ പഴയ വീട്ടിൽ പോകാൻ തോന്നുന്നതാണ്. അതായത് എനിക്ക് വേറെ നമ്മളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, അങ്ങനെ തോന്നുക കേട്ടാ. അതായത് ഇത്രയും കാലം നമ്മൾ ആ വീട്ടിൽ അങ്ങനെ നിന്നിട്ട് എനിക്കിത് പെട്ടെന്ന് നമ്മുടെ വീട് തന്നെയാണിത് എന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണ്. ഒരു കംഫേർട്ട് സോൺ കിട്ടണില്ല എന്ന് പറയില്ലേ, അങ്ങനെ. ഞാൻ പോയപ്പോൾ ആ വീട്ടിൽ നിന്നല്ലേ പോയത്. അപ്പോൾ പക്ഷെ വീടൊക്കെ കൊള്ളാട്ടോ, വീടൊക്കെ അടിപൊളിയാണ്. ഇവ എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ടേ. ഓക്കെ, ഒമാൻ ചിപ്സ് കൊണ്ടുവന്നിട്ടേക്കണം. ഓക്കെ, ഇതൊക്കെ ആർക്കാ ഇവ? അയ്യേട്ടെ, ഇവക്ക് ആ വീടാണ് ഈ വീടാണ് ഇഷ്ടായ? ഇവ ആണോ? ഈ വീടാണ് ഇഷ്ടായേ? ആ വീടല്ലേ നല്ലത്? ഉമ്മച്ചപ്പ ഇന്ന് നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. മോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ, നോക്കൂ. ഓ, വേഗം ബിരിയാണി ഇന്നത്തെ. എന്താ ചെമ്മീൻ ഇങ്ങനെ വെച്ചേക്കണേ? എനിക്കിനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കുക്ക് ചെയ്യണ്ട കേട്ടാ. എനിക്ക് ഭയങ്കര സമാധാനം. അവിടെ ഉള്ളപ്പോ എനിക്കിങ്ങനെ എല്ലാ ദിവസവും ടെൻഷൻ ആട്ടോ. നാളെ എന്തുണ്ടാക്കും എന്നുള്ള ഇങ്ങനെ ഇനിയിപ്പോ ആ ടെൻഷൻ ഉമ്മച്ചിയുടെ തലയിൽ വെച്ച്. അതുപോലെ ഇവാനെ ഉമ്മച്ചിനെ ഏൽപ്പിക്കാട്ടോ കുറച്ച് ദിവസത്തേക്ക്. എനിക്ക് വയ്യ ഇനി ഇവാനെ ഫുഡ് കൊടുക്കാനും. അതുകൊണ്ട് ഞാൻ എല്ലാം ഉമ്മച്ചിയുടെ തലയിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ഇനി കളിച്ച് നടക്കാൻ പോവാണ്. പണ്ടത്തെ ഞാനാവാൻ പോവാട്ടോ, പണ്ടത്തെ ഞാൻ. അപ്പൊ ഞാനിങ്ങനെ എണീറ്റിട്ട് വെറുതെ അങ്ങോട്ട് ഇങ്ങനെ നടക്കാണ്. റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ വന്ന് എന്നെ കാണാൻ വേണ്ടി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ടോയ്സ് പിന്നെ കാണാട്ടോ. ഇതാണ് നിസാം. ഈ നിസാമിന്റെ സ്റ്റോറി പറയാനാണ് കുറെ ഉണ്ട് ഗൈസ്. പണ്ട് എന്നെ കുറെ ഉപദ്രവിച്ച മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെ കാണാൻ വന്നേ രാവിലെ? എന്റെ പെട്ടിയാണെങ്കിൽ സച്ചുവിടെ ഭാഗികമായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വേണ്ട ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് നോക്കി, ആവശ്യമുള്ളതൊക്കെ വലിച്ചോണ്ട് പോയി. തിന്നാനുള്ള 1-2 സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പെട്ടി പൊട്ടിച്ചിട്ടില്ല ശരിക്കും. കുറെ സാധനങ്ങൾ എടുക്കാനുണ്ട്, മിഠായികൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടിയൊക്കെ ഒന്ന് പൊട്ടിക്കാവേ. അള്ളാ, പെട്ടി പൊട്ടിക്കണ ഭൂതം വന്ന്. പെട്ടി പൊട്ടിക്കായിരിക്കും കേട്ടോ ഒരാള്. അയ്യേട്ടെ, പകരം എനിക്ക് സച്ചുവിനെ ഡ്രസ്സ് തരാന്ന് പറഞ്ഞു. അത് നിനക്ക് കേറണ്ട, അതെന്റെ കൊച്ചിന്റെ ആണ്. ഞാൻ ഇനി ഒരു പൊളി
അല്ലേ അമ്മച്ചി ഒന്നും തരുന്നില്ല. കുട്ടിക്ക് വരട്ടെ. കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഇവ ആർക്കും ഇട്ട് നോക്കട്ടെ. ഇവ കൊണ്ടുവന്ന ആർക്കും കൊടുക്കണില്ല കേട്ടാ. പവിഴമുത്തുകൾ നോക്കൂ. ദുബായിലെ എന്താ പറയാ പവിഴവും മുത്തൊക്കെ സച്ചുവിനും കടലിന്റെ അടിയിൽ പോയി തപ്പിയെടുത്തതാ. ഉമ്മച്ചിക്ക് ഇങ്ങനത്തെ മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് വാങ്ങിയാട്ടോ. കേറണില്ല. അതെന്താ ഞാൻ വണ്ണം വെച്ചോ? ഇല്ല, കറക്റ്റാ. നല്ല വൃത്തികളുണ്ട്. ഉമ്മച്ചി പ്രത്യേകം പറഞ്ഞു വിട്ടൊരു സാധനം ഉമ്മച്ചിക്ക് കൈമാറുന്നുണ്ട് കേട്ടാ. ഉമ്മച്ചിക്ക് ആകെ പറഞ്ഞൊരു സാധനമാണ് മുസല്ല വേണം, പാവായ വേണം. ഇതുപോലത്തെ മുസല്ല ഉണ്ട്, കഞ്ഞി മുസല്ല. കൊള്ളാം. സിമ്പിൾ അപായം മതി എന്ന് പറഞ്ഞോണ്ട് സിമ്പിൾ അപായം വാങ്ങി. എന്തൊരു സമാധാനം. ഇവാക്ക് ചോറ് കൊടുക്കണ്ട. കുറച്ചാളത്തേക്ക് ഞാൻ ഇവാനും ഉമ്മച്ചിക്ക് തന്നേക്കാട്ടാ. ഇവാക്ക് സന്തോഷായില്ല? ഇവ അപ്പ അവിടെ നിന്ന് ഇവാടെ ടോയ്സ് ഒക്കെ ഇട്ട് കളിക്കാണ്. അപ്പ കളിക്കില്ലല്ലേ പോലെ. അപ്പ ഇവാടെ ടോയ്സ് എടുത്ത് കളിക്ക് വേണ്ട. ഡാഡിനെ വിളിച്ചു പറഞ്ഞു കൊടുക്കും. ഞാൻ ഇതേ പായസം തരാം ഉച്ചയ്ക്ക്. പായസം തരാം കുഞ്ഞിന്. പോയൊരു നാൾ ഇരില പോലെ സച്ചുവിന് മിഠായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡയറി മിൽക്ക്. നോട്ട് ഓൺലി മിഠായി, മിഠായി എന്ന് മാത്രം പറയല്ലേ. നീ നോക്കൂ. എൻ്റെ ഒമ്മ ചിപ്സ് ഒക്കെ ഇവ തിന്ന്. പിന്നെ ദാ നമുക്ക് പിസ്ത ഉണ്ട്, ബദാം ഉണ്ട്, വാൾനട്ട് ഉണ്ട്, പിന്നെയും വാൾനട്ട് ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ഇത് ഫുൾ ഓഫ് ചോക്ലേറ്റ്സ്. ഞാനിനി ഷുഗർ വന്ന് ചാവും. ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടാ. ഇതെൻ്റെ ഷൂ. അത് അവളുടെ ഷൂ. അതൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരുവിധം കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയൊക്കെ ഇട്ട് ഇനിയും കുറേ അടുക്കി പറക്കാനുണ്ട്. ഇവരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാ. എന്നെ കൂട്ടാണ്ട ബിരിയാണിന്ന് കണ്ടപ്പോൾ എല്ലാം ആർത്തി പിടിച്ച് ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് എന്തായാലും ഇനി ഫുഡ് കഴിക്കട്ടെ. ഇവ ഇതെവിടെ പോണിവാ? ഇവ ചെരുപ്പ് എടുത്തിട്ട് വരാൻ മറന്നു പോയിട്ടാ. പോവാണോ? ഇങ്ങനെ പോവാമോ ഇപ്പൊ ഇവിടെ? ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോവാല്ലേ ഇവ? ഇവാക്ക് ചെരുപ്പ് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്തൊക്കെയൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ വാരി വലിച്ചിട്ട് വന്നപ്പോൾ ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അത് പപ്പാടെ കൂടെ പോയിട്ടുണ്ടാ. ചെരുപ്പ് വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ്. ഇവിടെ എന്താണോ പോയി ഇച്ചിരി ഇട്ട് വെച്ചേക്കുന്നത്. ഡെസി ഫാമിലി. മറ്റേതിടാ ഷോ യുവർ ഡെസി ഫാമിലി വിത്തൗട്ട് ഷോയിങ് യുവർ ഡെസി ഫാമിലി. ഉമ്മച്ചി ഇനി സാധനങ്ങൾ നിറയ്ക്കാനായിട്ടാ. ഫസ്റ്റ് സാധനം വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിനകത്ത് പിസ്ത വരും, ഈന്തപ്പഴം വരും, ചോക്ലേറ്റ്സ് വരും. ഇങ്ങനെ ഫുള്ള് സെറ്റാക്കി വെച്ചേക്കാട്ടോ ഉമ്മച്ചി. ഉമ്മച്ചി എല്ലാം പൊതിയാക്കിയിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക കലാപരിപാടിയാണ് കേട്ടോ നടക്കുന്നത്. ആക്ച്വലി എനിക്കിങ്ങനെ ചോറ് വാരിത്തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷേ എനിക്കൊന്ന് ഞാൻ കോളേജിൽ പഠിക്കാൻ വരും, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉമ്മച്ചി ഇതന്നെ പരിപാടി. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വരെ ഉമ്മച്ചി എനിക്ക് ചോറ് വാരി തരാണ്. കാരണം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഫുള്ള് ചോറ് മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിരുന്ന ഭക്ഷണം കഴിക്കത്തില്ലല്ലോ. സാധനം കഴിക്കൂലായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന മക്കൾക്കാണെങ്കിൽ നമ്മളൊന്നും വാരി കൊടുക്കണ്ട. ഈ കഴിക്കാത്ത പിള്ളേർക്ക് എന്ത് ചെയ്യും? വാരി കൊടുക്കും. അല്ല ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല വാരി കൊടുക്കാന്. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അത്. എന്നിങ്ങനെ കുറെ പേര് വഴക്കൊക്കെ പറയായിരുന്നു കാരണം ചോറ് വാരിത്തായിരുന്നത്. പക്ഷെ അതൊരു വികാരാട്ടാ. മീൻസ് അത് നമ്മുടെ ചോറ് വാരി തരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്നേഹം കൂടെ അല്ലേ ഉമ്മച്ചി ചോറ് വാരി തരുന്നത്. ഇവിടെ വരുമ്പോൾ മാത്രമല്ല എനിക്ക് ഈ ഒരു സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ അവിടെ പുറകെ നടന്ന് സത്യം പറഞ്ഞാൽ ചോറ് തിന്നാൽ നമുക്ക് കണക്കാട്ടാ. കാരണം ഇവാക്ക് വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാനുള്ള എല്ലാം മൂടും പോകും. പിന്നെ ഞാൻ എന്തോ കഴിക്കണേണ്. പക്ഷെ ഇവിടെ വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ടേസ്റ്റോടെ ഒന്ന് ഫുഡ് കഴിക്കണം. ഐസ്ക്രീം എനിക്ക് കിട്ടില്ല. അത് എനിക്കാണ് ഐസ്ക്രീം.
ഇവിടെ ഭയങ്കര നമ്മൾ എന്തോ വലിയ ട്രീറ്റ്മെന്റിനൊക്കെ പോയ പോലെ അതന്നെ ഫിഷ് മസാജിന് പോയേക്കാട്ടെ ഇവ ഞങ്ങളുടെ വീട്ടില ഫിഷ് വളർത്തുന്ന മീനാ, പക്ഷെ ഇപ്പൊ ഞാൻ നോക്കാറില്ല. ഇവ എന്റെ അടുത്ത് പറഞ്ഞേ ഇവക്ക് നാട്ടിൽ പോയിട്ട് എന്താ പറയാ ഇങ്ങനെ ഫിഷ് കാലി വന്ന് കൊത്തുന്ന സ്ഥലത്ത് പോകണമെന്നുണ്ട്. ഞങ്ങൾ വില്ലേജ് ടൂറിന് ഇറങ്ങിയതാട്ടാ. നമ്മൾ ഈ ഒരു ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങി. പഴയ വീടും പരിസരവും ഒക്കെ കാണാൻ വന്നേട്ടാ. ഉമ്മച്ചി എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ചാമ്പങ്ങയും എന്തൊക്കെയോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് വരാം. ഇവക്ക് പറിക്കാൻ വേണ്ടിയിട്ടേ ബാക്കിയെല്ലാം ഞങ്ങൾ പറിച്ചു തീർത്തു. രണ്ട് കൈ കൊണ്ടും അങ്ങനെ പറിക്കുമ്പോ വീരും ബാക്കി താഴെ. ഈ സച്ചുവിന് കുഞ്ഞായി. സച്ചുവിന് കല്യാണം കഴിഞ്ഞാന്ന് ചോദിക്കണ്ടായിരുന്നു. സച്ചുവിന് കുഞ്ഞാ. വീടിന്റെ അവസ്ഥ കണ്ടിട്ട് എല്ലാരും വന്നിട്ട് ചോദിക്കണത് ഇതെന്താ. ഹോൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മീ. തങ്കമ്മ വന്നിട്ടുണ്ട്. അവിടെയുള്ള തവറിന്റെ എല്ലാം കൂടെ വാരിക്കൊണ്ട് വന്നാണെന്നോ. അത് കൊറേ തിന്ന്. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടാ. ഞാൻ ഈ കാട്ടന്റെ കളറിൽ തന്നെ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വന്നപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഭംഗി വെച്ചിട്ടുണ്ട് റൂം. സച്ചു ആണെങ്കിൽ ആ ഒരു ഫ്ലൂറസെന്റ് പച്ചയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതാട്ടോ സച്ചു വാങ്ങിച്ച പച്ച. ഈ ഫ്ലൂറസെന്റ് പച്ചയൊക്കെ ഇട്ടിട്ട് റൂം അലമ്പാക്കി വെച്ചേക്കായിരുന്നു. അപ്പൊ ഇപ്പൊ റൂമായിട്ടുണ്ട്. ഭംഗിയില്ലേ? ഭംഗിയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തം ഹരിതാപവും പച്ചപ്പും ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വോളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വോളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെക്കണം. പക്ഷെ ഞങ്ങൾ ഈ റൂമിൽ കിടന്നിട്ടില്ല കേട്ടോ. ഞാൻ ഈ സച്ചുവിൻ്റെ റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ റൂം വെറുതെ ഇങ്ങനെ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞ ഒരു റൂം മാത്രമാണ്. അലമാരയുണ്ട്, അലമാരയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വന്ന് എടുക്കും, അത്രയൊക്കെ തന്നെ. ഇപ്പൊ സമയം രാത്രി ആയിട്ടാ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് കുളിച്ചത്. സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ നടക്കായിരുന്നേ. അങ്ങനെ ഇപ്പൊ കുളിച്ചു. ഇനി എനിക്ക് കുറച്ചധികം പണികളുണ്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. 2-3 വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇയാള് രാവിലെ തൊട്ട് കളിയാട്ടെ. രാവിലെ തൊട്ട് തുടങ്ങിയ കളിയാണ്. ഓഫാക്കുക. അപ്പൊ ഞാൻ എന്തായാലും പോയി ഇനി കുറച്ചേരം വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യട്ടെ. ഇപ്പൊ സമയം 12 മണിയോളം ആയല്ലേ. 12 മണി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ. അപ്പൊ എന്തായാലും ഇനി കുറച്ചേരം ഇരുന്ന് എഡിറ്റ് ചെയ്യട്ടെ. കാരണം വീഡിയോസ് വേഗം ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ വീഡിയോസ് ഇടാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേഗമുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ വെക്കട്ടെ. എന്നിട്ട് നമുക്ക് നാളെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് തന്നെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. നമുക്കിനി വീണ്ടും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത്. ഞങ്ങൾ എവിടെയും പോയൊന്നുമില്ല കേട്ടോ. പുറത്തൊന്നും പോയില്ല. വൈകിട്ട് പുറത്തിറങ്ങണം. ഇവ എല്ലാവരും ഇങ്ങനെ സ്നേഹിച്ച് നടക്കാട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ വൈകുന്നേരം എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എവിടെയും പോക്കൊന്നും നടന്നില്ല. ഇന്ന് ഫുള്ളിങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് കേട്ടോ. ലാലാംജി അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. നാട്ടിലെത്തിയിട്ട് എന്താ പറയാ, ഫസ്റ്റ് ഡേ അങ്ങനെ വീട്ടിലിരുന്ന് മാക്സിമം എൻജോയ് ചെയ്ത് നിൽക്കും. അഫി അവിടെ പാവ ഒറ്റയ്ക്കായിട്ട് അഫിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അഫി ഇങ്ങനെ സങ്കടം ഇല്ലാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കായപ്പോൾ അഫി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, മിസ് ചെയ്യുന്നുണ്ട്, പാവ അവിടെ ഒറ്റയ്ക്കാണ്, റൂമിൽ വരാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളിലൊരു എന്താ പറയുക ഒരു സന്തോഷാട്ടാ. അതായത് മിസ് ചെയ്യണുണ്ടെന്ന് കേൾക്കാമല്ലോ. മീൻസ് ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞായിരുന്നു അഫി പണ്ട് ഞങ്ങളില്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാറില്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അഫിക്ക് ഞങ്ങളില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും തോന്നില്ല എന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അഫിക്ക് ഞങ്ങൾ ഇത്രയും ദിവസം കൂടെ ഉണ്ടായിട്ടില്ലാണ്ടായപ്പം നല്ല ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയണം അതൊക്കെ മാറാൻ. കാരണം റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞാനും ഇവായും ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒച്ചയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് ആകെ മൊത്തം ബഹളമായിരിക്കും റൂമിൽ വന്നു കഴിഞ്ഞാൽ. ഇവായ ഇങ്ങനെ എന്താ പറയുക, ഇവ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, അലമ്പെടുക്കും, ഇവായ വഴക്കറിയും, ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ലാണ്ടായപ്പോൾ അഫിക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ മിസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. നാളെ എന്തായാലും അവധിയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. നാളെ മുഹറത്തിൻ്റെ അവധിയാണ് അഫിക്ക്. അപ്പം നാളത്തെ ദിവസം ഫുൾ അവിടെ ഉറങ്ങി തീർക്കും. അപ്പോൾ ശരി കേട്ടാ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകട്ടോ, തൃശ്ശൂർ പോകും. അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കണം. ഇവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരി, ബൈ ബൈ.